വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുടെ കാലക്രമം. 1873 ജനുവരി 2 പിറവി, ഫ്രാൻസിൽ അലൻസോണിൽ എന്ന പട്ടണത്തിൽ. ജനുവരി 4 ജ്ഞാനസ്നാനം. 1877 ഓഗസ്റ്റ് 28 അമ്മയുടെ മരണം. 1877 നവംബർ 15 ലിസ്യുവിലേക്ക് താമസം മാറ്റുന്നു. 1883 മെയ് 8 പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. 1887 സെപ്റ്റംബർ 1 ഫ്രാൻസിനിയുടെ മാനസാന്തരം. 1888 ഏപ്രിൽ 9 ലിസ്യുവിലെ കർമ്മലമഠത്തിൽ. 1889 ജനുവരി 10 സഭാവസ്ത്ര സ്വീകരണം. 1890 സെപ്റ്റംബർ 8 വ്രതവാഗ്ദാനം. 1896 ജൂലൈ 29 പിതാവ് ലൂയി മാർട്ടിൻ്റെ മരണം. 1897 സെപ്റ്റംബർ 30 വൈകുന്നേരം 7:30 കൊച്ചുത്രേസ്യയുടെ മരണം. 1908 മെയ് 8 കൊച്ചുത്രേസ്യയുടെ നാമകരണത്തിനുള്ള പ്രാരംഭത്തിന് മെത്രാൻ സമ്മതിക്കുന്നു. 1914 ജൂലൈ 10 നാമകരണ നടപടികൾ ആരംഭിക്കുന്നു. 1923 ഏപ്രിൽ 29 11-ാം പീസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ ഭാഗ്യവതി എന്ന് നാമകരണം ചെയ്യുന്നു. 1925 17 കൊച്ചുത്രേസ്യ വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെടും. 1925 ജൂലൈ 29 വേദ പ്രചാരണ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുന്നു. 1997 ഒക്ടോബർ 19 വേദപാരംഗതിയായി പ്രഖ്യാപിക്കുന്നു. 2008 ഒക്ടോബർ 19 മാതാപിതാക്കൾ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നു. 2015 ഒക്ടോബർ 18 ലൂയി മാർട്ടിനെയും സെലിഗുരിനെയും തിരുസഭ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. 2022-23 യുനെസ്കോ കൊച്ചുത്രേസ്യയെ ആദരിക്കുന്നു. 2023 ജനുവരി 2 കൊച്ചുത്രേസ്യയുടെ 180-ാം ജന്മവാർഷികം ആരംഭിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.